നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം നൽകും. തുക വർദ്ധിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം ശുപാർശ നൽകും. തോമസിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും ധാരണയായി. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി ജില്ലാ കളക്ടർ എ ഗീത നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. നമുക്ക് താൽക്കാലികമായി ജോലി കൊടുക്കാം, അതായത് ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി, കമ്പ്യൂട്ടർ ആണെങ്കിൽ കമ്പ്യൂട്ടർ ടൈപ്പിസ്റ്റ് എന്താണോ സൂട്ടബിൾ ആവുന്ന താൽക്കാലികമായിട്ട് കൊടുക്കാം എന്നുള്ളത് ധാരണയായിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ഡൈയിങ് ഹാർനസ് പോലത്തെ ഒരു സ്കീമിൽ ജോലി സ്ഥിരമായി കിട്ടണമെങ്കിൽ അത് ക്യാബിനറ്റ് ഡിസിഷൻ ആവശ്യമാണ്, അത് ശുപാർശ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട്. കാർഷിക ലോണും സംബന്ധിച്ച് നമുക്കത് റൈറ്റ് ഓഫിന്, അതായത് വകുപ്പ് മുഖാന്തരം തന്നെ എടുത്തിട്ട് നമുക്കത് ഗവൺമെൻറ് ടേക്കപ്പ് ചെയ്യാമെന്നുള്ളതും നമ്മൾ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പം കൊടുക്കാൻ പറ്റുന്നത് പരമാവധി 10 ലക്ഷം രൂപയാണ്. അത് നമ്മൾ ഇന്ന് നാളെയായിട്ട് കൊടുക്കും എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ബിഫോർ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇന്ന് 5 ലക്സ് ഓൾറെഡി ഞങ്ങൾക്ക് ചെക്ക് ഉണ്ടായിരുന്നു. അടുത്ത് നാളെ അതും ബാക്കിയും കൂടെ കൊടുക്കാമെന്നുള്ളതാണ്. ബാക്കി വരുന്ന 40 ലാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ശുപാർശ ചെയ്യാം എന്നുള്ള ഇതിലാണ്. പിന്നെ CMDRFൽ കൊടുക്കാൻ, ഇത് ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചതും അത് കൊടുക്കേണ്ടതാണെന്നുള്ള രീതിയിൽ ശുപാർശ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ തീരുമാനമായത്. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പുതുശ്ശേരി സ്വദേശി തോമസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെ നടക്കും. തോമസിന്റെ കാർഷിക കടങ്ങൾ എഴുതി തള്ളാനും കടുവയെ പിടിക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ കൂടുകൾ സ്ഥാപിക്കാനും ധാരണയായി. കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് ധോണിയിൽ ജനങ്ങളെ ഭീതിയിലാക്കിയും കൃഷി നശിപ്പിച്ചും PT7 ഉൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തുടരുന്നു. കൂട് നിർമ്മാണം പൂർത്തിയായതോടെ ആനയെ പിടികൂടാൻ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പതിവ് പോലെ ഇന്നലെ രാത്രിയും PT7 ഇറങ്ങി. ഒപ്പം 2 കാട്ടാനകളും. ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ ഇന്നലെ കാലത്ത് പോലെ 7 മണിയാകുമ്പോൾ ഇതിൽ കൂടെ ആന പോയിരിക്കുകയാണ്. ഇത് ഒത്തിരി അത് അവിടെ കേട് വരുത്തിയിട്ടുണ്ട് നെല്ല്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യണത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ആ ഓട്ടോറിക്ക് ആരും വരാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനനെ പൊടിച്ചിട്ട് ആരും വരില്ല പറഞ്ഞാൽ പാടത്ത് കൃഷി ചെയ്തത് ഇങ്ങനെയായി. അങ്ങനെ നഷ്ടം തന്നെയാണ്. PT7 പിടിച്ചാൽ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നീളാതെ കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. ദേശീയപാതയിലെ വളവ് തിരിഞ്ഞു വന്ന ബൈക്ക് ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ആന പാഞ്ഞെടുത്തെങ്കിലും സമീപത്തു നിന്ന് ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ ആക്രമിക്കാതെ മാറിപ്പോവുകയായിരുന്നു. നിരവധി പേരെ കൊലപ്പെടുത്തിയ മുരിവാലൻ എന്ന ആനയുടെ മുന്നിൽ നിന്നാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. ആലപ്പുഴയിൽ ലഹരിക്കടത്ത് സംഘവുമായുള്ള CPM ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ ന്യൂസ് 18. അരക്കോടിയുടെ ലഹരിക്കടത്ത് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖല വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ അടക്കം 5 പ്രതികളെ ജാമ്യത്തിലിറക്കിയത് CPM പ്രാദേശിക നേതാക്കളാണ്. വിജയകൃഷ്ണനെ മുഖ്യപ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും നടപടിയെടുക്കാതെ സംരക്ഷണമൊരുക്കുകയാണ് CPMഉം ഡിവൈഎഫ്ഐയും. ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 24 പുലർച്ചെ ആലപ്പുഴ സൗത്ത് പോലീസ് പിടിച്ചെടുത്ത അരക്കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കളാണ്. കരുനാഗപ്പള്ളിയിലേതിന് സമാനമായി പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്തൽ. 723/2022 എന്ന ക്രൈം നമ്പറിൽ സൗത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഡിവൈഎഫ്ഐ ആലിശ്ശേരി മേഖലാ വൈസ് പ്രസിഡന്റും CPM വലിയമരം ബ്രാഞ്ച് അംഗവുമായ വിജയകൃഷ്ണൻ, റഫ്സൽ, CPM CV ബ്രാഞ്ച് അംഗമായിരുന്ന ഇജാസ്, സാജു എന്നിവരായിരുന്നു മുഖ്യപ്രതികൾ.
ലഹരി മാഫിയയെ ജാമ്യത്തിലിറക്കാൻ എത്തിയതാകട്ടെ CPM, DYFI പ്രാദേശിക നേതാക്കളും. റഫ്സൽ, വിജയകൃഷ്ണൻ എന്നിവർക്കായി സ്റ്റേഷൻ ജാമ്യം നിന്നത് CPM വലിയമരം ബ്രാഞ്ച് കമ്മിറ്റി അംഗവും DYFI ആലിശ്ശേരി മേഖലാ സെക്രട്ടറിയുമായ സിനാഫാണ്. ഇജാസ് ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി സൗത്ത് സ്റ്റേഷനിൽ എത്തിയവർ CV വാർഡിലെ സജീവ DYFI പ്രവർത്തകരായ ബിലാൽ, ഷഹനാസ് എന്നിവരും. ജാമ്യം നിന്ന സിനാഫ്, മുഖ്യപ്രതി വിജയകൃഷ്ണൻ എന്നിവർ കരുനാഗപ്പള്ളി കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ ഷാനവാസുമായി അടുത്ത ബന്ധമാണുള്ളത്. കേസിൽ വിജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടും CPMO, DYFIയോ ഒരു സംഘടനാ നടപടിക്കും തയ്യാറായിട്ടില്ല. സർക്കാരിന്റെയും പാർട്ടിയുടെയും ഭാഗമായി പകൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ, രാത്രിയിൽ ലഹരി കടത്ത്. ആലപ്പുഴയിലെ പല കുട്ടി നേതാക്കന്മാരുടെയും ദിനചര്യ ഇപ്പോൾ ഇതാണ്. ഗ്രൂപ്പിസത്തിന്റെ തണലിൽ നേതാക്കന്മാർ സംരക്ഷണമൊരുക്കുമ്പോൾ ആലപ്പുഴയിലെ പാർട്ടിയിൽ ക്രിമിനലുകൾ തഴച്ചു വളരുകയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. ആലപ്പുഴ CPMലെ പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴയല്ല, എവിടെയായാലും സംഘടനാപരമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. ജനങ്ങൾക്ക് അന്യമായ ഒന്നും പാർട്ടി അംഗീകരിക്കില്ല. തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ലെന്നും MV ഗോവിന്ദൻ. ഒരു വേട്ടയാടലിന് മുന്നിലും തന കുനിക്കാനില്ലെന്ന് EP ജയരാജൻ. എല്ലാ കാലത്തും വിവാദങ്ങൾ പിന്തുടർന്നിട്ടുണ്ട്. വിവാദങ്ങൾ ആരുണ്ടാക്കിയെന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും EP ജയരാജൻ. ഞാനായിരിക്കണമെന്നും വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. എനിക്ക് തെറ്റുപറ്റരുത്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തൂ. നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾ സമർത്ഥരായ പത്രപ്രവർത്തകരല്ലേ, ഗവേഷകരല്ലേ, നിങ്ങൾ എന്തെല്ലാം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കൂ. നിങ്ങൾ അതിനുള്ള കഴിവും പ്രാപ്തിയുള്ളവർ തന്നെയാണ് നമ്മുടെ പത്രക്കാരൊക്കെ. നിങ്ങളുടെ കഴിവുകളൊക്കെ, എല്ലാ കഴിവുകളും ഉള്ളവരുണ്ട്. ഉണ്ടോന്ന് പരിശോധിച്ചോളൂ. അതുകൊണ്ട് ഞാൻ എന്നെ വേട്ടയാടാൻ പുറപ്പെട്ടാലും അതിനകത്ത് ഞാൻ തലവരിച്ചു കൊടുക്കില്ല. മലബാർ പര്യടനം തുടരുന്ന ശശി തരൂരിനെ സ്വാഗതം ചെയ്ത് സമസ്തയും KNMും. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ശശി തരൂരിന്റേതെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. തരൂരിന്റെ വ്യക്തിത്വവും പ്രാപ്തിയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് KNM അധ്യക്ഷൻ TP അബ്ദുള്ളക്കോയ മദനി ചൂണ്ടിക്കാട്ടി. ശശി തരൂരിന്റെ മലബാർ സന്ദർശനം തുടരുകയാണ്. സമസ്ത ആസ്ഥാനത്തെത്തിയ ശശി തരൂർ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ചർച്ച നടത്തി. തരൂർ വിശ്വപൗരനാണെന്നും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ശശി തരൂരിനെ പോലുള്ളവർ ഒരു വിശ്വപൗരന്മാരാണോ? കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു ശക്തമായ പ്രകടനമാണ്, പര്യാടനമാണ് മൂപ്പർ നടത്തുന്നത്. KNM ആസ്ഥാനത്തെത്തിയ തരൂർ മുജാഹിദ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. തരൂർ കഴിവും പ്രാപ്തിയുമുള്ള നേതാവാണെന്ന് TP അബ്ദുള്ളക്കോയ മദനി. പരസ്പരം സ്നേഹം കൈമാറി എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പ്രത്യേകതയും ആ സന്ദർശനത്തിനുണ്ടായിരുന്നില്ല. ചർച്ചയിലെ എല്ലാ കാര്യങ്ങളും പറയാനാകില്ലെന്ന് തരൂർ പ്രതികരിച്ചു. ചില കാര്യങ്ങൾ ഞങ്ങൾ ഇടയിൽ സംസാരിച്ചു, ചിലത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. പക്ഷെ എല്ലാ വിധത്തിലും നന്നായി നടന്നൊരു മീറ്റിംഗ് ആണ് മാത്രമേ പറയൂ. MK രാഘവൻ MPക്കൊപ്പമാണ് തരൂരിന്റെ മലബാർ പര്യടനം. കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. News 18 കോഴിക്കോട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ തള്ളി നേതാക്കൾ. ശശി തരൂരിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച രമേശ് ചെന്നിത്തല 4 വർഷം കഴിഞ്ഞ് ആരെന്താകുമെന്ന് ഇപ്പോൾ പറയേണ്ടതില്ലെന്ന് പ്രതികരിച്ചു. ആരെങ്കിലും കോട്ടു തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഊരിവെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് അവസരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും KC വേണുഗോപാൽ. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിവാദമാക്കേണ്ടതില്ലെന്ന് ശശി തരൂർ പ്രതികരിച്ചു. താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും ജനങ്ങളുമാണെന്നും ശശി തരൂർ.
കലോത്സവ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം തന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരി. തുടർന്നും കലോത്സവത്തിനായി വരാൻ ഭയമുണ്ട്. അതിനെ ചൊല്ലി എന്തെങ്കിലും അനിഷ്ട കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് തന്നെ ഉത്തരവാദിയായി മുദ്രകുത്തുമെന്ന് ഭയപ്പെടുന്നതായും പഴയിടം പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പഴയിടം ഇത് പറഞ്ഞത്. സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികൾ അവരുടെ പ്രസ്താവനകളും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ അവിടെ കൊണ്ട് തീരേണ്ട ഒരു സംഭവം ചാനൽ ചർച്ചകളിലൂടെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് വരികയും അപ്പോൾ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ ഉണ്ടാക്കിയെടുക്കുകയും ആ സമയത്ത് തന്നെ നോൺ വെജ് ഭക്ഷണം കഴിച്ച അടുത്തടുത്ത ദിവസങ്ങളിൽ 2 പേരുടെ മരണമുണ്ടാക്കുകയും നമ്മൾ ഈ കഴിഞ്ഞ 26 വർഷമായിട്ട് അല്ലെങ്കിൽ 21 വർഷമായിട്ട് സ്കൂൾ കലോത്സവങ്ങൾക്ക് പാചകം ചെയ്യുന്നതിനിടയ്ക്ക് 16 തവണ തുടർച്ചയായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പാചകം ചെയ്യും 2.25 കോടിയിലേറെ കുട്ടികൾക്ക് ഭക്ഷണം ചെയ്തു കൊടുക്കുകയും ചെയ്തൊരവസ്ഥയിൽ ഇതുവരെ ഒരാൾക്കൊരു വയറ്റുവേദന പോലും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുക മാത്രമല്ല എല്ലാവരും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ച ചില കുട്ടികളുടെ മരണം കൂടി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഇതിനെ നോൺ വെജിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ശക്തി വലിയൊരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട് എന്നറിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടായിരുന്നോ? തെറ്റുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു തുറന്ന ഡിബേറ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും. കാരണം നമ്മൾ വളരെ ക്ലീനാണ് കാര്യം. ഇപ്പോൾ 23 വർഷങ്ങളായിട്ട് ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. 2.25 കോടിയിലേറെ കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഹോട്ടലിൽ കയറി കഴിച്ച 2 കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ആൾക്കാർ മരിച്ചു. നോൺ വെജ് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിലാണ് എന്ന് ബോധ്യമാകുക. അപ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇതാണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. എൻ്റെ രീതിയാണല്ലോ, നമുക്ക് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെതിരെ ഒരു ത്രെട്ട് സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അടുക്കളയ്ക്ക് ചുറ്റിനും കൃത്യമായ രീതിയിലുള്ള സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ എൻ്റെ ഭയം അത് കൂടുതൽ ഉണ്ടാക്കുക. എനിക്കുണ്ടായിരുന്ന ഭയത്തിന് അടിസ്ഥാനമുണ്ടെന്ന് എനിക്ക് സ്വയം ബോധ്യപ്പെട്ട സമയങ്ങളായിരുന്നത്. സ്കൂൾ കലോത്സവത്തിൽ ബീഫ് വിളമ്പുന്നുണ്ടെങ്കിൽ പന്നിയും വിളമ്പണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കലോത്സവത്തിൽ യക്ഷഗാന കലാകാരന്മാരെ അപമാനിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ. മകരവിളക്കിനൊരുങ്ങി ശബരിമല. വലിയ ഭക്തജന തിരക്കാണ് പമ്പയിലും സന്നിധാനത്തും. എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. പ്രധാന ചടങ്ങുകളായ പമ്പ സദ്യയും പമ്പ വിളക്കും ഇന്ന് നടക്കും. സന്നിധാനത്ത് മാത്രം 80,000 ഭക്തർക്ക് തങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ADGP MR അജിത് കുമാർ പറഞ്ഞു. സന്നിധാനത്ത് മാത്രം സുരക്ഷാ മേൽനോട്ടത്തിനായി 3 SP-മാരുണ്ട്. പ്രധാന വ്യൂ പോയിന്റുകളിൽ നേരിട്ടെത്തി മേൽനോട്ടം വഹിക്കാൻ റേഞ്ച് DIG-മാർക്ക് നിർദ്ദേശം നൽകി. നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി ദ്രുതകർമ്മസേനയ്ക്ക് പുറമെ 3000 പോലീസുകാരെയും വിന്യസിച്ചതായി MR അജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മകരവിളക്കിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കിയ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3000-ലധികം ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് നിലവിൽ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത്? ഈ വർഷവും വളരെ വിപുലമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സന്നിധാനം, പമ്പ മുതലായ സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 3 SP-മാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പയിൽ ഒരാളും നിലയ്ക്കൽ 2 SP-മാരുണ്ട്. ഏതാണ്ട് അത് കൂടാതെ തന്നെ കോട്ടയം SP, പത്തനംതിട്ട, ഇടുക്കി SP 9 SP റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ശബരിമലയും അതിനു ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് കൂടാതെ തന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് DIG-യും IG-യും ഇടനിലുണ്ട്. ഇപ്രാവശ്യം 13-ാം തീയതി 14-ാം തീയതി ഫുള്ളി ബുക്ക്ഡാണ്. 12-ാം തീയതി തൊട്ട് തന്നെ ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 75% സന്നിധാനത്തിലെ ആൾക്കാർ ഫുള്ളി ഓക്കുപ്പൈഡ് ആണ്. ഇന്നും ആൾക്കാർ കയറിയിട്ടുണ്ട്. നിലയ്ക്കൽ തന്നെ വാഹനങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആണ്. അവിടെ പാർക്കിംഗ് സ്പേസ് തന്നെ കുറവാണ്. നമ്മൾ അത്തരം വാഹനങ്ങൾ നമ്മൾ എരുമേലിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്താണ് റിലീസ് ചെയ്യുന്നത്.
ഇത് കൂടാതെ തന്നെ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ഭക്തജനങ്ങൾ നിലയ്ക്കലോട്ട് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ച് എരുമേലിയോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഐഡന്റിഫൈ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസസിൽ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പാർക്കിംഗ് മാനേജ് ചെയ്യുന്നത്. ദർശനത്തിലേക്ക് പുതുതായിട്ട് മുകളിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ കൺട്രോൾഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഇല്ല. വരുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി തങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടാനും അതുപോലെ തന്നെ ഇവിടെ ഹോൾഡിംഗ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നിർത്താനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. കളമശ്ശേരിയിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ റെയ്ഡ്. നഗരസഭയ്ക്ക് സമീപം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അധോലോകം ഈറ്റിലും എന്ന ഹോട്ടൽ ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പൂട്ടിച്ചു. കളമശ്ശേരിയിൽ പഴകിയ മാംസം പിടിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് രജിസ്ട്രാർ നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ച് കെൽസ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയോട് റിപ്പോർട്ട് തേടി. ഹോട്ടലിലെ ഷവർമ ഉണ്ടാക്കുന്നത് സ്ഥലത്ത് പൂച്ച. പയ്യന്നൂരിലെ മസ്ലിദ് റെസ്റ്റോറന്റ് ഇന്നലെയായിരുന്നു സംഭവമുണ്ടായത്. 2 പൂച്ചകളാണ് പാചകക്കാരൻ ഇല്ലാതിരുന്ന സമയത്ത് ഷവർമ കഴിച്ചത്. പൂച്ച കയറിയതിന് പിന്നാലെ ഷവർമ നശിപ്പിച്ചതായി ഹോട്ടലുടമ വ്യക്തമാക്കി. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ ഹോട്ടൽ അടച്ചിടാൻ നഗരസഭ ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. അതേസമയം സ്ഥലത്ത് പരിശോധന നടത്തിയതായും 3 ദിവസത്തിനകം ശുചിത്വം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചതായും നഗരസഭ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കി. നിലവിലുള്ള അപാകതകൾ പരിഹരിച്ച് മാത്രമേ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ISRO ചാരക്കേസ് തെറ്റാണെന്നും നമ്പിനാരായണന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും CBI ഹൈക്കോടതിയിൽ. വ്യാജ ചാരക്കേസ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗൌരവമേറിയ വിഷയമാണെന്നും CBI വാദിച്ചു. അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതിന് തെളിവില്ലെന്നും സിബി മാത്യൂസിന്റെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്ന നടപടികൾക്ക് സ്റ്റേയില്ല. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. നടപടി നിയമാനുസൃതമെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് VG അരുൺ സ്റ്റേ ആവശ്യം നിരസിച്ചത്. മലപ്പുറം ജില്ലാ ബാങ്ക് പ്രസിഡന്റും 93 സഹകരണ സംഘങ്ങളുമായിരുന്നു അപ്പീൽ നൽകിയത്. ലയന ഉത്തരവ് ഇറങ്ങിയതായി സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു. ചലച്ചിത്ര അക്കാദമിക്കെതിരായ ഗണേഷ് കുമാർ MLAയുടെ വിമർശനത്തിന് മറുപടിയുമായി അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞും അവ നേരിട്ട് മനസ്സിലാക്കാൻ ഗണേഷ് കുമാറിനെ അക്കാദമിയിലേക്ക് ക്ഷണിച്ചുമാണ് രഞ്ജിത്തിന്റെ മറുപടി. മുൻ ചെയർമാൻ കമലും ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞു. നിക്ഷേപ തട്ടിപ്പിൽ അറസ്റ്റിലായ പ്രവീൺ റാണ ഈ മാസം 27 വരെ റിമാൻഡിൽ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. പ്രതിഭാഗത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. ഇനിയും നിരവധി പരാതികൾ കോടതിയിലെത്താനുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം സേഫ് ആൻഡ് സ്ട്രോങ് തട്ടിപ്പ് കേസിൽ കണ്ണൂരിലും പോലീസിന് പരാതി ലഭിച്ചു. കണ്ണൂർ ബ്രാഞ്ചിലും നിക്ഷേപ തട്ടിപ്പ് നടന്നതായാണ് പരാതി. ഇന്നലെ മാത്രം 5 പരാതികൾ കണ്ണൂർ ടൗൺ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നരബലി കേസിന് ശേഷം തിരോധാന കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഞാറയ്ക്കൽ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഭാര്യ രമ്യയെ കൊലപ്പെടുത്തിയ ശേഷം തെളിവുകൾ നശിപ്പിച്ച പ്രതി സജീവ് ഭാര്യയ്ക്കെതിരെ പുതിയ കഥകളും മെനഞ്ഞു. പ്രതി സമൂഹത്തിൽ പൊതുസമ്മതനായിരുന്നതാണ് സംശയത്തിന് ഇട നൽകാഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. പ്രതി സജീവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നാടിനെ നടുക്കിയ അരുംകൊലയുടെ ചുരുളുകൾ അഴിഞ്ഞത് ഇലന്തൂർ നരബലി കേസിന് ശേഷം സ്ത്രീകളുടെ തിരോധാന കേസുകൾ വീണ്ടും പരിശോധിച്ചപ്പോഴാണ്. കാണാതായ രമ്യയുടെ ഭർത്താവ് സജീവിനെ നിരവധി തവണ വിളിച്ചുവരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ഒടുവിൽ പ്രതി ഇന്നലെ കുറ്റസമ്മതം നടത്തുകയായിരുന്നുവെന്ന് റൂറൽ SP വിവേക് കുമാർ വിശദീകരിച്ചു. നാട്ടുകാർക്കിടയിൽ സജീവ് സ്വീകാര്യനായിരുന്നതും മറ്റ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതും കാരണം ആദ്യം പോലീസ് ഇയാളെ സംശയിച്ചില്ല. രമ്യ കാമുകന്റെ കൂടെ പോയി എന്ന് പ്രതി കഥ മെനഞ്ഞതായും SP പറഞ്ഞു. We found many lacunas in the investigation and in the statement of the complainant. അത് ഡെവലപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറെ കാലം ഇന്റർഗേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇന്നലെ പുള്ളി ബ്രേക്ക് ആയിട്ട് he confessed that he has strangulated the wife and then he has buried the body. ഓഗസ്റ്റ് 16-നാണ് കൊല നടത്തിയതെന്നാണ് പോലീസിന് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. സജീവ് മകളെ അപായപ്പെടുത്തിയതായി സംശയമുണ്ടായിരുന്നുവെന്ന് രമ്യയുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ഒളിച്ചോട്ട കഥ പറഞ്ഞ് കുട്ടികളിൽ രമ്യയോട് വെറുപ്പ് സൃഷ്ടിച്ചു.
ഞാറയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും രമ്യയുടെ അമ്മ. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും കിട്ടണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോണ്. അപ്പോൾ വിളിച്ചിട്ട് കിട്ടാതെ കഴിഞ്ഞപ്പോഴാണ് മോന് സംശയം തോന്നി, മോൻ ചോദിച്ച്. അങ്ങനെ പിന്നെ പിള്ളേർ പറഞ്ഞ് ഞങ്ങളും കണ്ടിട്ട് കുറച്ച് ദിവസമായി എന്ന് പറഞ്ഞ് അങ്ങനെ പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ്. പരാതി കൊടുത്തിട്ട് ഞാറയ്ക്കൽ പോലീസിൽ കൊടുത്തിട്ട് അവർ കാര്യമായിട്ട് അന്വേഷിച്ചൊന്നുമില്ല. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. പ്രതിയെ വീട്ടിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ന്യൂസ് 18 കൊച്ചി. അടിമാലിയിൽ വഴിയിൽ നിന്ന് ലഭിച്ച മദ്യം കഴിച്ച ഒരാൾ മരിച്ച സംഭവം കൊലപാതകം. മദ്യം കഴിച്ചു മരിച്ച കുഞ്ഞുമോന്റെ സഹോദരിയുടെ മകൻ സുധീഷിനെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനോജിനെ കൊല്ലാനായിരുന്നു സുധീഷ് ലക്ഷ്യമിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ബീവറേജിൽ നിന്ന് മദ്യം വാങ്ങി വിഷം കലർത്തിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഇരട്ട ഭീകരാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ട രജൌരി ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി അമിത്ഷാ. ദാൻഗിരിയിൽ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ കുടുംബാംഗങ്ങളെയും കണ്ടു. കണ്ണൂരിൽ പോക്സോ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ മലപ്പുറം കൊണ്ടോട്ടി ചെറിയൻവാക്കൻ ഫൈസലിനാണ് അറസ്റ്റ് ചെയ്തത്. 52-കാരനായ ഇയാൾ UP വിഭാഗത്തിൽപ്പെട്ട 20ഓളം വിദ്യാർത്ഥിനികളോടാണ് മോശമായി പെരുമാറിയത്. പഠിപ്പിക്കുന്ന സമയത്താണ് അധ്യാപകൻ മോശമായി പെരുമാറിയത്. വിദ്യാർത്ഥിനികൾ സ്കൂൾ കൌൺസിലറോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. 5 വിദ്യാർത്ഥികളാണ് നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളതെന്ന് പോലീസ് പറഞ്ഞു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഏകദിന മത്സരത്തിനായി ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ തിരുവനന്തപുരത്തെത്തി. എയർ വിസ്താരയുടെ പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് 4 മണിയോടെയാണ് ടീമുകൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ ടീമുകളെ സ്വീകരിച്ചു. സ്വീകരണത്തിന് ശേഷം ഇന്ത്യൻ ടീം ഹോട്ടൽ ഹയാത്തിലേക്കും ശ്രീലങ്കൻ ടീം ഹോട്ടൽ താജ് വിവാദയിലേക്കും പോയി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം ആരംഭിക്കുന്നത്. ടോപ്പ് 18 പൂർണ്ണമാവുന്നു. നമസ്കാരം.